ഗുഡ് മോർണിംഗ്. ബൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാണല്ലോ നമ്മൾ എങ്ങാണ്ടോ പോവാണെന്നുള്ളത്. നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ, അതായത് രാമായണ മാസത്തിൽ നമുക്ക് പോകാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. എവിടെയാ സാനു? അയോധ്യ രാം മന്ദിർ. നമ്മള് അയോധ്യയിൽ രാം മന്ദിറിൽ പോവാണ്. ഇപ്പൊ നമ്മളെ ടൈം 5:20 ആയി. നമുക്ക് 7 hours ഡ്രൈവ് ഉണ്ട്, 400 kilometer ആണ്. അപ്പൊ 12:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെത്തും. അപ്പൊ നമുക്ക് അയോധ്യ പോയിട്ടൊന്ന് ശ്രീരാമസ്വാമിനൊക്കെ കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മണിക്കൂറായി. നല്ല ഉറക്കമാണ്. സാറിനെ കൊണ്ടൊരു തൊല്ലമില്ല കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കാറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് വിശക്കുമ്പോൾ മാത്രം അമ്മ ഈ ഒരു പ്രശ്നം മാത്രമല്ല, വേറൊരു കുഴപ്പമില്ല, അവർ ഇമ്മാരും ഉറങ്ങിക്കോളും. ഞാൻ പറയാൻ വന്നതല്ല, എനിക്കൊക്കെ പണ്ടേ സംശയം ഉണ്ടായിരുന്നു. സംശയം എന്നല്ല, അറിയത്തില്ല നമുക്ക് ഈ കർക്കിടക മാസത്തിൽ എന്തിനാണ് നമ്മൾ രാമായണം വായിക്കുന്നത്, ഈ കർക്കിടക മാസവും രാമായണവും ശ്രീരാമനൊക്കെ തമ്മിൽ എന്താ കണക്ഷൻ എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. എന്നെ പോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പറയുന്നതിൽ തെറ്റുണ്ടാവാൻ ചിലപ്പോൾ ഇതിന് വേറെ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ഉണ്ടാവാം കേട്ടോ. ഇത് എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കറക്ഷൻസ് ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കറുത്ത് ഇരുണ്ട്, കർക്കിടകം ദുർഘടം എന്നാണല്ലോ. കർക്കിടകം ദുർഘടം എന്നാണല്ലോ. അപ്പൊ കറുത്ത് മൊത്തത്തിൽ മഴയൊക്കെ പെയ്ത് മഴയും മഴക്കാലം കൊണ്ട് പ്രകൃതിയൊക്കെ ഇങ്ങനെ ഒന്ന് ഇരുണ്ടിരിക്കുന്ന സമയമാണ്. പണ്ടത്തെ കാര്യമാണ് കേട്ടോ, ഇപ്പോഴത്തെ കാര്യങ്ങൾ ചില റിലേറ്റ് ചെയ്യുന്നത്. പണ്ട് ഈ പാടത്തും പറമ്പത്തൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന സമയമുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഈ മഴ കാരണം പണിയൊക്കെ കുറവായിരിക്കും. പണി കുറവാണ്. പിന്നെ വിളകളൊക്കെ മോസ്റ്റ്ലി മഴയൊക്കെ കാരണം ഇല്ലാണ്ടിരിക്കുന്ന, കുറവായിട്ടിരിക്കുന്ന സമയമായിരിക്കും. വീട്ടിൽ കുറച്ച് ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് കുറച്ച് അത്ര ലഭ്യത ഇതിനൊക്കെ കുറവുള്ള ഒരു സമയമാണ്. അപ്പൊ ഈ സമയത്തുള്ള ഒരു നമ്മുടെ മാനസിക സംഘർഷം, അതിൽ നിന്ന് നമുക്കൊരു മോചനം, ഒരു കുറച്ചെങ്കിലും ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാമായണം വായിക്കുന്നതെന്നാണ് പറയുന്നത്. രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമന്റെ അയനം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഉത്തമ പുരുഷനായ, ആദർശ പുരുഷനായ ശ്രീരാമന്റെ കാര്യങ്ങളും ഈ ഒരു ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അത് നമ്മുടെ സംഘർഷങ്ങളിൽ നിന്ന് നമുക്ക് ചെറിയൊരു മോചനം, ഒരു മുക്തി, ഒരു ചെറിയൊരു റിലീഫ്, അതിന് വേണ്ടിയിട്ടാണ് ഈ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇതിന് വേറെ വല്ല കഥകളൊക്കെ ഉണ്ടെങ്കിൽ ഐ എം സോ സോറി, എനിക്കറിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം, എങ്ങനെയൊക്കെ അയോധ്യയിലെത്താം. നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ട്രെയിനിൽ അല്ലെങ്കിൽ ബൈയിൽ, ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ട്രെയിൻ ഉണ്ട്, ഒന്നുകിൽ ആഗ്ര അല്ലെങ്കിൽ ഡൽഹി വന്നിട്ട് നമുക്ക് കണക്ട് ചെയ്ത് അയോധ്യയിലോട്ട് പോകണം. രണ്ടാമത് നമ്മൾ ബൈ എയർ വരികയാണെങ്കിൽ നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ഫൈസാബാദാണ്. പക്ഷെ അതത്ര വലിയ എയർപോർട്ടൊന്നുമല്ല. അവിടെ നിന്ന് ഒരു 8 kilometers ഉള്ളത് അയോധ്യയിലോട്ട്. മേജർ എയർപോർട്ട് ലക്നൗ എയർപോർട്ടാണ്. അവിടെ വന്നിട്ട് നമുക്കൊരു 130 kilometer ഉണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെച്ചു. 8 കാലമായി യു പിയിലെ സീതാപൂരിലെത്തി. ഇവിടെ നഗരങ്ങളൊക്കെ ഉണർന്നു തുടങ്ങി എന്ന് പറയാം. അങ്ങനെ നമ്മളെ മോഹനം ഉണർന്നു കേട്ടാ. സാനു നന്നായിട്ട് ഉറങ്ങിയോടാ. ഡ്രൈവറല്ലേ, ഡ്രൈവ് ചെയ്യുന്ന എല്ലാരും ഡ്രൈവേഴ്സ് ആണ്. ഓക്കെ, അമ്മയും ഡ്രൈവറാണ്. ആണ് അങ്ങനെയില്ല, ഡ്രൈവറിൽ നമുക്ക് ഇതില്ല എന്നാ സബ്ജക്ട്. കോമൺ നൗൺ ആണ്. ഇവനിപ്പോ അടുത്ത് പഠിപ്പിച്ചത് കോമൺ നൗൺ ആണ്. ഓക്കെ, സ്ഥിരമായിട്ട് യാത്ര പോകുമ്പോൾ ഒരു സംഭവമാണ് കേട്ടോ. നമ്മളിങ്ങനെ പോയി നമ്മൾ ഇപ്പൊ ഫുഡ് കഴിക്കാന്നൊക്കെ എപ്പോൾ വിചാരിക്കുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ധാപം കാണത്തില്ല. സെയിം സിറ്റുവേഷൻ ആണുള്ളത്. ഞങ്ങൾക്കൊക്കെ വിശന്ന് ഞങ്ങൾ ഫുഡിന് ധാബക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. ഫൈനലി നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. സോ മേഡം 8:45. എന്താ പേര്? ബ്രഹ്മദീപായിരിക്കും. ഓക്കെ, ബ്രഹ്മദീപ് റെസ്റ്റോറൻറ്റ്. എടാ, റെസ്റ്റോറൻറ്റ് ഇപ്പുറത്താണോ? അല്ല, അവിടെയാണോ? സാനു ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഓർഡർ ചെയ്തത്? എനിക്കറിയാൻ പാടില്ല, ശിശുന്ന് അറിയാൻ പാടില്ല. 220 രൂപ സാധനം ഓർഡർ ചെയ്തു. കഴിക്കോ ഇല്ലയോ എന്നുള്ളത് കണ്ട് കഴിക്കോ? American chops.
PG ആയി guys. ഒന്നും പറയാനില്ല, സന്തോഷമായി. നമ്മളിടക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇച്ചിരി ബ്രേക്കൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ എത്തി. എക്സാക്ട്ലി അയോധ്യ എത്തി, മന്ദിരല്ല അയോധ്യ എത്തി. ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോവാണ് ഒന്ന് ഫ്രഷ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട്. തെരി ബസാറിലാണ്. അങ്ങനെ എന്തോ ഇവിടെ ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഇച്ചിരി അല്ലല്ലേ, കുറച്ചധികം ഉണ്ട്. ഹോട്ടലിലേക്ക് പോവാന് ഭയങ്കര ചെറിയ റോഡാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര കൺജസ്റ്റഡാണ്. പഴയ ബിൽഡിങ്ങും ഭയങ്കര ചെറിയ റോഡുമാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഹോം സ്റ്റേ ആണ്. അമ്മ ഫുൾ മങ്കിയാട്ടോ. ഇതാണ് കേട്ടോ റൂം. AC റൂമാണ്. വലിയ സംഭവമൊന്നുമില്ല, അത്ര പൈസയേ ഉള്ളൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2000 രൂപേൻ്റെയാണ് മോസ്റ്റ്ലി എല്ലാം നമ്മൾ കണ്ടത്. ഇത് എത്രയായിരുന്നു? 1100 ആയിരുന്നു.